സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, സ്ക്രീൻ കാണുന്നുണ്ടായിരുന്നില്ല, അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. സോ ആ ക്ലാസ് തന്നെ നമുക്ക് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൻട്രോയിഡ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെയാണ് ലൊക്കേറ്റ് ചെയ്യുക, പിന്നെ കുറച്ച് പ്രോബ്ലംസ് അങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കുന്നത്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സിലബസിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷൻ ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അതിലെ പ്രോബ്ലംസ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ തീരും കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണ്, കുറച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് തിയറംസ് ഉണ്ട്, പിന്നെ ഒരു റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞ ടേം നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ പ്ലെയിൻ ഫിഗേഴ്സിന്റെ റെക്ടാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ ഇതിന്റെ ഒക്കെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, സ്ക്രീൻ കാണും എന്നുള്ളൊരു വിശ്വാസത്തിൽ തുടങ്ങുകയാണ് കേട്ടോ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ, മൊമെന്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. മൊമെന്റ് എന്ന് മാത്രമായിട്ട് നമ്മൾ പറയില്ല, മൊമെന്റ് ഡ്യൂ ടു ഫോഴ്സ് അല്ലെ. മൊമെന്റ് ഡ്യൂ ടു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഇനി മൊമെന്റ് ഡ്യൂ ടു മാസ് ആണെങ്കിലോ, മാസ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പൊ യൂണിറ്റ് എന്താവും? കിലോഗ്രാം ഇൻറ്റു മീറ്റർ. ഇനി മൊമെന്റ് ഡ്യൂ ടു ഏരിയ ആണെങ്കിലോ, ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പൊ ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ഇൻറ്റു ഡിസ്റ്റൻസ് മീറ്റർ ക്യൂബ്. ആ രീതിയിലാണ് നമ്മൾ പറയാ അല്ലെ. അപ്പൊ ഈ മൊമെന്റിനെ നമ്മൾ ഫസ്റ്റ് മൊമെന്റ് എന്നാണ് പറയാ. മൊമെന്റ് ഡ്യൂ ടു ഏരിയ, ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിന് നമ്മൾ ഫസ്റ്റ് മൊമെന്റ് എന്നാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. അപ്പോൾ ഞാനൊരു പ്ലെയിൻ ഫിഗർ എടുക്കുകയാണ്. ഏരിയ എ ആണ് പിങ്ക് കളറിൽ കാണുന്നത്. ഈ ലാമിനയില് ഒരു ചെറിയൊരു എലമെന്റൽ ഏരിയ ആണ് ഡെൽറ്റ എ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡെൽറ്റ എ എക്സ് ആക്സിസിൽ നിന്നും വൈ ഡിസ്റ്റൻസിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. വൈ ആക്സിസിൽ നിന്നും എക്സ് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. അതുപോലെ സെഡ് ആക്സിസിൽ നിന്നും ആർ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. ആ രീതിയിലാണ് നമ്മൾ ഡെൽറ്റ എ എന്ന എലമെന്റൽ ഏരിയനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി ഈ എലമെന്റൽ ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ മൊമെന്റ് എന്ന് പറയുന്നത്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ല, മൊമെന്റ് ഓഫ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ എലമെന്റൽ ഏരിയയുടെ മൊമെന്റ് അബൌട്ട് എക്സ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലെ, ഡെൽറ്റ എ ഇൻറ്റു വൈ എന്നാണ് നമ്മൾ പറയുക അല്ലെ. അങ്ങനെ അതിന്റെ ടോട്ടൽ ഏരിയയുടെ നമുക്ക് സിഗ്മ ഡെൽറ്റ എ ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയാം. ടോട്ടൽ ഏരിയയുടെ കിട്ടാനായിട്ട് സിഗ്മ ഡെൽറ്റ എ ഇൻറ്റു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്താ? വൈ ആണ് അല്ലെ. അപ്പോ സിഗ്മ വൈ ഇൻറ്റു ഡെൽറ്റ എ അല്ലെങ്കിൽ ഇന്റഗ്രൽ വൈ ഇൻറ്റു ഡെൽറ്റ എ ചെയ്ത് കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് എൻറ്റയർ ഏരിയ കിട്ടും. ഇനി അതുപോലെ തന്നെ നമ്മുടെ വൈ ആക്സിസിൽ നിന്നാണെങ്കിലോ, മൊമെന്റ് ഓഫ് എൻറ്റയർ ഏരിയ അബൌട്ട് വൈ ആക്സിസ് ആണെങ്കിലോ സിഗ്മ ഡെൽറ്റ എ ഇൻറ്റു എക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇന്റഗ്രൽ എക്സ് ഇൻറ്റു ഡെൽറ്റ എ എന്ന് എഴുതാം. അതുപോലെ സെഡ് ആക്സിസ് ആണെങ്കിൽ ഡിസ്റ്റൻസ് മാറിയെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. സിഗ്മ ഡെൽറ്റ എ ഇൻറ്റു ആർ അല്ലെങ്കിൽ ഇന്റഗ്രൽ ആർ ഇൻറ്റു ഡെൽറ്റ എ എന്ന് വരും. ക്ലിയർ ആയില്ലേ? ഇനി നമ്മുടെ ഈ പ്ലെയിൻ തന്നെ എടുക്കുകയാണ്, ഈ ഫിഗർ തന്നെ എടുക്കുകയാണ്. ഇതാണ് നമ്മുടെ പ്ലെയിൻ ലാമിന. ഏരിയ എ ആണ്, എലമെന്റൽ ഏരിയ ഡെൽറ്റ എ. അത് എക്സ് ആർ വൈ ഡിസ്റ്റൻസിൽ ഓരോ ആക്സിസിൽ നിന്നും ആ ഡിസ്റ്റൻസിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഞാൻ പറയാണ്, മൊമെന്റ് ഓഫ് ഏരിയ നമ്മൾ പറഞ്ഞു ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. മൊമെന്റ് ഓഫ് ഏരിയ, ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ. മൊമെന്റ് ഓഫ് ഏരിയ പറഞ്ഞാലോ, മൊമെന്റ് ഓഫ് ഏരിയ, മൊമെന്റ് ഓഫ് ഏരിയയുടെ ഡിസ്റ്റൻസ്, അതായത് മൊമെന്റ് ഓഫ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. മൊമെന്റ് ഓഫ് ഏരിയ എന്താ? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പൊ മൊമെന്റ് ഓഫ് ഏരിയ എന്തായി? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ഇൻറ്റു ഡിസ്റ്റൻസ്. കൺഫ്യൂഷൻ ആയോ? മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ്, ഇന്റഗ്രൽ ബൈ ഡെൽറ്റ എ. അത് അബൌട്ട് എക്സ് ആക്സിസ് ആയതുകൊണ്ടാണ് ഇന്റഗ്രൽ ബൈ ഡെൽറ്റ എ എന്ന് പറയുന്നതാണ് മൊമെന്റ് ഓഫ് ഏരിയ. അതേ ഇൻറ്റു ഡിസ്റ്റൻസ്, അതാണ് മൊമെന്റ് ഓഫ് ഏരിയ. ഓക്കെ, എന്തിന്റെങ്കിലും മൊമെന്റ് എന്ന് പറയുന്നത് ആ പറയുന്നത് ഇൻറ്റു ഡിസ്റ്റൻസ് അത്രയല്ലേ ഉള്ളൂ. അപ്പൊ മൊമെന്റ് ഓഫ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്, ഇന്റഗ്രൽ ബൈ ഡെൽറ്റ എ ഇൻറ്റു വൈ. അത് നമുക്ക് ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡെൽറ്റ എ എന്ന് എഴുതാം.
ഓക്കെ, അപ്പൊ ഈ മൊമെന്റ് ഓഫ് ഏരിയനെയാണ് നമ്മൾ സെക്കൻഡ് മൊമെന്റ് അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. മൊമെന്റ് ഓഫ് ഏരിയനെയാണ് നമ്മൾ സെക്കൻഡ് മൊമെന്റ് അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. So moment of inertia is equal to area into distance, that is area into distance square. So moment of inertia നെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് I എന്നും അതുപോലെ ആക്സിസ് കാണിക്കാൻ എക്സ് എക്സും കൊടുക്കും. അപ്പൊ ഐ എക്സ് എക്സ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് എക്സ് ആക്സിസ്. ക്ലിയർ? ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡെൽറ്റ എ. ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് വൈ വൈ ആക്സിസ് ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡെൽറ്റ എ. Similarly, moment of inertia about z axis integral r square delta a. Moment of area എന്ന് പറഞ്ഞാൽ area into distance ആണ്. moment of area എന്ന് പറയുന്നത് area into distance. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂണിറ്റ് എന്തായിരിക്കും വരിക? ഒരു മിനിറ്റ്. ഓക്കെ, ഇവിടെയാണ് പറഞ്ഞു നിർത്തിയത്. മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. മൊമെന്റ് ഓഫ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂണിറ്റ് എന്ത് വരും? ഏരിയ മീറ്റർ സ്ക്വയർ, ഡിസ്റ്റൻസ് മീറ്റർ സ്ക്വയർ ഇൻറ്റു മീറ്റർ മീറ്റർ റേഷ്യോ 4 വരും. നമ്മൾ സാധാരണ mm പറയുന്ന കാരണം യൂണിറ്റ് mm/4. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ചെയ്താൽ മതി. എങ്ങോട്ടുള്ള ഡിസ്റ്റൻസാ? നമ്മൾ ഏത് ആക്സിസ് ആണോ കൺസിഡർ ചെയ്യുന്നത് അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി നമ്മൾ 2 തിയറം പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. എന്താണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ അതേ ഫിഗർ തന്നെ എടുത്തു. ഫിഗർ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇതിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതുകയാണ്. ഐ എക്സ് എക്സ് എഴുതി ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡെൽറ്റ എ, ഐ വൈ വൈ എഴുതി ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡെൽറ്റ എ, ഐ സെഡ് സെഡ് എഴുതി ഇന്റഗ്രൽ ആർ സ്ക്വയർ ഡെൽറ്റ എ. നമുക്കറിയാം ഈ ഒരു ട്രയാങ്കിൾ നോക്കൂ. ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും അല്ലെ? ഒരു ആർ വൈ എക്സ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും ഈ ഒരു ഷേപ്പില്. അതിന്റെ ഈ സൈഡ് വൈ ആണ്, ഈ സൈഡ് ആർ ആണ്, ഈ സൈഡ് എക്സ് ആണ്. കാണുന്നില്ലേ? ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മുടെ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഈ ഐ സെഡ് സെഡിലെ ആർ സ്ക്വയറിനെ റീപ്ലേസ് ചെയ്യുന്നു, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഐ സെഡ് സെഡിലെ ആർ സ്ക്വയറിനെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പൊ എക്സ് സ്ക്വയർ ഡെൽറ്റ എ പ്ലസ് വൈ സ്ക്വയർ ഡെൽറ്റ എ എന്ന് കിട്ടും അല്ലെ? അതിൽ എക്സ് സ്ക്വയർ ഡെൽറ്റ എ എന്ന് പറയുന്നത് നമുക്കറിയാം ഐ വൈ വൈ ആണ് അല്ലെ? അതുപോലെ വൈ സ്ക്വയർ ഡെൽറ്റ എ എന്ന് പറയുന്നത് ഐ എക്സ് എക്സ് ആണ്. സോ നമുക്ക് ഐ സെഡ് സെഡ് ഈസ് ഈക്വൽ ടു ഐ വൈ വൈ പ്ലസ് ഐ എക്സ് എക്സ് എന്ന് എഴുതാം. അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നു. ഐ സെഡ് സെഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് എക്സ് പ്ലസ് ഐ വൈ വൈ. ഇതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഐ എക്സ് എക്സും ഐ വൈ വൈയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ സെഡ് സെഡ് കിട്ടും. ഈ ഐ സെഡ് സെഡിനെ പറയുന്ന ഒരു പേരാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, ഐ സെഡ് സെഡിനെ മാത്രമായി പറയുന്ന വേറൊരു പേരാണ് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ ഇതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ക്ലിയർ? ഇനി നമുക്ക് പാരലൽ ആക്സിസ് തിയറം എന്താണെന്ന് നോക്കാം. The moment of inertia of a lamina about a line parallel to its centroidal line is equal to its moment of inertia about its own centroid plus area of lamina into distance square, where the distance is the distance between centroid and that line. ആ പാരലൽ ആക്സിസ് തിയറത്തിൽ നമുക്ക് അവസാനം ഡിറൈവ് ചെയ്യുമ്പോൾ ഒരു ഇക്വേഷൻ ആണ് കിട്ടുക. ആ ഇക്വേഷന്റെ ഇക്വേഷൻ ആണ് നമുക്കൊരു ഡെഫിനേഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. അതായത് നമുക്ക് സെൻട്രോയിഡൽ ലൈനിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ അറിയാമെങ്കിൽ അതിന് പാരലൽ ആയിട്ടുള്ള ഏത് ലൈനിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ സെൻട്രോയിഡിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് ആ ലാമിനയുടെ ടോട്ടൽ ഏരിയ ഇൻറ്റു
സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാരലൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് സ്ക്വയർ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഇങ്ങനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് ഡെറിവേഷൻ ഒക്കെ പറയുന്നതിന് മുന്നേ തന്നെ ഇത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം. സോ നമുക്ക് ഡെറിവേഷനിലേക്ക് പോകാം. ഓക്കെ, ഇതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു പ്ലെയിൻ ലാമിന. അതിന്റെ ഏരിയ എ ആണ്. ക്ലിയർ? ഇതില് സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് എക്സ് എക്സ്. ഈ എക്സ് എക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് ആണ് എ ബി. അത് സെൻട്രോയിഡൽ ആക്സിസിൽ നിന്നും y ഡിസ്റ്റൻസിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നു, ഒരു ഡെൽറ്റ എ ഏരിയയുള്ള ഒരു സ്ട്രിപ്പ് അറ്റ് ഡിസ്റ്റൻസ് ഓഫ് h ഫ്രം സെൻട്രോയിഡൽ ആക്സിസ്. സെൻട്രോയിഡൽ ആക്സിസിൽ നിന്നും h ഡിസ്റ്റൻസിൽ ഞാനൊരു സ്ട്രിപ്പ്, ഒരു എലമെന്റൽ ഏരിയ, ഡെൽറ്റ എ ഏരിയയുള്ള ഒരു എലമെന്റൽ ഏരിയ ഞാനിവിടെ കൺസിഡർ ചെയ്യുകയാണ്. ഇത്രയാണ് ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, കൺസിഡർ എ പ്ലെയിൻ ലാമിന ഓഫ് ഏരിയ എ. പറഞ്ഞു, ലെറ്റ് എക്സ് എക്സ് ബി ദ ലൈൻ പാസിംഗ് ത്രൂ ദി സെൻട്രോയിഡ് ജി ഓഫ് ദ ലാമിന. എക്സ് എക്സ് ലൈൻ ഈസ് ഓൾസോ നോൺ ആസ് സെൻട്രോയിഡൽ ലൈൻ. സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ആയതുകൊണ്ട് സെൻട്രോയിഡൽ ലൈൻ. ലെറ്റ് എ ബി ബി എനി പാരലൽ ലൈൻ ടു സെൻട്രോയിഡൽ ലൈൻ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് y ഫ്രം ഇറ്റ്. y ഡിസ്റ്റൻസിൽ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്നും ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു പാരലൽ ആക്സിസ് ആണ് എ ബി. ക്ലിയർ ആയില്ലേ? ഫിഗറിനെ ഡിസ്ക്രൈബ് ചെയ്തതാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ആ സ്ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് മാത്രം എടുക്കുകയാണ് കേട്ടോ. നോക്കൂ, ഫിഗർ തന്നെ. ഈ സ്ട്രിപ്പിന്റെ അല്ലെങ്കിൽ ഈ എലമെന്റൽ ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് എന്തായിരിക്കും? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാ? നമ്മൾ ഏത് ആക്സിസ് ആണ് എടുക്കുന്നത് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ? നമ്മളിപ്പോ എടുക്കുന്നത് ഡെൽറ്റ എ ആണ്. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് എക്സ് എക്സ് ഈസ് ഈക്വൽ ടു ഐ എക്സ് എക്സ് ഈസ് ഈക്വൽ ടു elemental area into distance into distance. Elemental area is delta A. Distance എത്രയാ? elemental area നിന്നും ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? h. So the equation is Ixx is equal to delta A into h, that is delta A into h square. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് എലമെന്റൽ ഏരിയയുടെ കേസാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയായിരിക്കും? നമ്മൾ അതിന് സം ചെയ്താൽ പോരെ. ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ടോട്ടൽ ഏരിയ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് ഈസ് Ixx is equal to sigma delta A h square. Sigma delta A h square. Then next one, moment of inertia of total area about the axis AB. നമ്മൾ ഇനി കൺസിഡർ ചെയ്യുന്ന ആക്സിസ് AB ആണ്. അപ്പൊ അതെങ്ങനെ കാണാം? ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. പക്ഷെ ഇത് എ ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കണം എന്നേ ഉള്ളൂ. സോ ഡെൽറ്റ എ ഇൻറ്റു എച്ച് പ്ലസ് വൈ ഇൻറ്റു എച്ച് പ്ലസ് വൈ. എലമെന്റൽ ഏരിയയിൽ നിന്ന് എ ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എച്ച് പ്ലസ് വൈ ആണ്. ക്ലിയർ? ഫിഗറിൽ നോക്കുക, എച്ച് പ്ലസ് വൈ ആണ്. അത് എൻറ്റയർ ഏരിയയുടെ ആയതുകൊണ്ടാണ് നമ്മൾ സിഗ്മ എന്ന ചിഹ്നം കൂടെ കൊടുത്തത്. സോ നമുക്ക് ഇതിനെ സിഗ്മ ഡെൽറ്റ എ എച്ച് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ. ഇനി എച്ച് പ്ലസ് വൈ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുന്നു, എച്ച് സ്ക്വയർ പ്ലസ് 2yh പ്ലസ് വൈ സ്ക്വയർ. ഇനി അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. സിഗ്മ ഡെൽറ്റ എ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ ഡെൽറ്റ എ 2yh പ്ലസ് സിഗ്മ ഡെൽറ്റ എ വൈ സ്ക്വയർ. ക്ലിയർ? ഇനി അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് സിഗ്മ ഡെൽറ്റ എ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ ഡെൽറ്റ എ ഇൻറ്റു 2yh പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു സിഗ്മ ഡെൽറ്റ എ. ഈ സിഗ്മ ഡെൽറ്റ എ എച്ച് സ്ക്വയർ നമുക്ക് നേരത്തെ പരിചയം ഉണ്ടല്ലോ, ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണല്ലോ. ഇറ്റ് ഈസ് Ixx. സിഗ്മ ഡെൽറ്റ എ ഇൻറ്റു എച്ച് സ്ക്വയർ ഈസ് Ixx. ഇത് ഇവിടെ കാണുന്നില്ലേ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ടോട്ടൽ ഏരിയ അബൌട്ട് സെൻട്രോയിഡൽ ആക്സിസ് Ixx is equal to സിഗ്മ ഡെൽറ്റ എ ഇൻറ്റു എച്ച് സ്ക്വയർ. അതാണിത്. ഓക്കെ, അപ്പൊ Ixx പ്ലസ് 2y ഇൻറ്റു സിഗ്മ ഡെൽറ്റ എച്ച്. ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയതാണ് കേട്ടോ, കോൺസ്റ്റന്റ് ആയതിന്റെ പുറത്തേക്ക് എടുത്ത് എഴുതിയതാണ്. പ്ലസ് വൈ സ്ക്വയറിന് സിഗ്മ ഡെൽറ്റ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റൽ ഏരിയാസിന്റെ എല്ലാം സം, ടോട്ടൽ ഏരിയ എ. സോ ഫൈനലി വി ഗോട്ട് Ixx പ്ലസ് 2y ഇൻറ്റു 0 ബിക്കോസ് സിഗ്മ ഡെൽറ്റ എ ഇൻറ്റു എച്ച്, ഡെൽറ്റ എ ഇൻറ്റു എച്ച്, ദാറ്റ് ഈസ് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. ഇൻ കേസ് ഈ എച്ച് എന്നുള്ള ഡിസ്റ്റൻസ് സെൻട്രോയിഡ് കൂടെ തന്നെയാ പോകുന്നത്, സെന്ററിലേക്ക് തന്നെയാ പോകുന്നത്. സോ ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു 0. സോ 2y ഇൻറ്റു 0 പ്ലസ് ay സ്ക്വയർ. ദ ഫൈനൽ ആൻസർ വിൽ ബിക്കം Ixx plus ay square.
This is our parallel axis theorem. IAB is equal to IXX plus AY square. IAB equal to IXX. അപ്പോൾ ഈ IXX ഉം IAB യും പാരലൽ ആണെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. Y എന്ന ഡിസ്റ്റൻസ് എന്താണ്? XX ഉം AB യും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ക്ലിയർ? ഇക്വേഷൻ ഓർത്ത് വെക്കണം. അപ്പൊ പാരലൽ ആക്സിസ് തിയറം പഠിച്ചു, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പഠിച്ചു, എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നും പഠിച്ചു. ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുന്നു, റേഡിയസ് ഓഫ് ഗൈറേഷൻ. സിമിലർ കോൺസെപ്റ്റ് തന്നെ. ഞാനൊരു പ്ലെയിൻ ലാമിന അസ്യൂം ചെയ്യുന്നു. ആ പ്ലെയിൻ ലാമിനയ്ക്ക് അകത്ത് ഒരുപാട് എലമെന്റൽ ഏരിയാസ് എടുത്തു. A1, A2, A3 ഫിഗറിൽ കാണുന്നുണ്ടാവും. ഈ A1, A2, A3യിലേക്ക് AB എന്ന ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് Y1, Y2, Y3. ക്ലിയർ? ഒരു പ്ലെയിൻ ലാമിന എടുത്തു. ആ ലാമിനയ്ക്ക് അകത്ത് കുറെ എലമെന്റൽ ഏരിയാസ് A1, A2, A3 എക്സെട്ര എത്ര വേണമെങ്കിലും എടുക്കാം. ആ എലമെന്റൽ ഏരിയാസിലേക്ക് AB എന്ന ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് Y1, Y2, Y3 എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലെയിൻ ലാമിനയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് AB എന്താണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് AB എന്ന് പറയുന്നത് ഓരോ എലമെന്റിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്താൽ പോരെ, ടോട്ടൽ കിട്ടണമെങ്കിൽ. അതായത് A1ന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ A1 Y1 സ്ക്വയർ, ഏരിയ ഇൻടു ഡിസ്റ്റൻസ് സ്ക്വയർ, A1 Y1 സ്ക്വയർ, A2 Y2 സ്ക്വയർ, A3 Y3 സ്ക്വയർ, അങ്ങനെ പോകുന്നു അല്ലെ. അപ്പൊ ടോട്ടൽ കാണാനായിട്ട് A1 Y1 സ്ക്വയർ പ്ലസ് A2 Y2 സ്ക്വയർ പ്ലസ് A3 Y3 സ്ക്വയർ പ്ലസ് എക്സെട്ര ചെയ്താൽ മതിയോ? അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനൊന്ന് ചുരുക്കിയിട്ട് സിഗ്മ I ബൈ I സ്ക്വയർ, ഐയുടെ വാല്യൂ 1 to n എത്ര വേണമെങ്കിലും പേര് ചെയ്യാം, ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് ഈ പ്ലെയിൻ ലാമിന ഇതിപ്പോ ഒരു ആർബിട്രറി ഷേപ്പ് ആണ്, ഒരു കറക്റ്റ് ഷേപ്പ് ഒന്നുമില്ല. അപ്പൊ ഞാൻ അതിനെ പിടിച്ച് വലിക്കുകയാണ്. ഓക്കെ, അതിന് പിടിച്ചു വലിക്കുമ്പോൾ അതിനൊരു പെർട്ടിക്കുലർ ഷേപ്പ് കിട്ടില്ല. അതിനെ പിടിച്ചു വലിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഷേപ്പ് കിട്ടും. അതാണ് ഇപ്പൊ രണ്ടാമത്തെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് അതിന്റെ ഡിസ്റ്റൻസ് ആണ് K എന്ന് ഞാൻ മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് AB എന്തായിരിക്കും? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ, A ഡെൽറ്റ A ഇൻറ്റു K സ്ക്വയർ. അതായിരിക്കും ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് AB. ദാറ്റ് ഈസ് IAB is equal to സിഗ്മ A ഇൻറ്റു K സ്ക്വയർ. സിഗ്മ A എന്ന് പറഞ്ഞാൽ A ആണല്ലോ. ഇതിലെ K സ്ക്വയർ കോൺസ്റ്റന്റ് ആയതൊരു K സ്ക്വയർ ഇൻറ്റു സിഗ്മ A എന്ന് എഴുതി, K being കോൺസ്റ്റന്റ്. ആൻഡ് നമുക്ക് ഇത് എഴുതാം. അപ്പൊ ഈ 1ഉം 2ഉം ഒന്നാമത്തെ ഇക്വേഷനും IAB ആണ് തരുന്നത്, രണ്ടാമത്തെ ഇക്വേഷനും IAB ആണ് തരുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? IAB is equal to K square into A is equal to sigma AI y square. ഇതിലെ K നെ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. IAB is equal to AK square. So K is equal to root of IAB by A. അപ്പൊ ഈ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. പ്രോബ്ലം ചോദിക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് IAB by A. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയാണ് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയിലെ തിയറി പോർഷനിലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? പാരലൽ ആക്സിസ് തിയറം നോക്കി, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നോക്കി, റേഡിയസ് ഓഫ് ഗൈറേഷൻ നോക്കി. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സം പ്ലെയിൻ ഫിഗേഴ്സ്. ചില പ്ലെയിൻ ഫിഗേഴ്സിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ആദ്യം റെക്ടാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ മൂന്നെണ്ണാണുള്ളത്. റെക്ടാങ്കിൾ നോക്കാം. ഇതില് റെക്ടാങ്കിളില് ഞാനൊരു റെക്ടാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, ABCD. അതിന്റെ വിഡ്ത്ത് B ആണ്, ഡെപ്ത് D ആണ്. ക്ലിയർ അല്ലേ? ഇനി ഇതിൽ ഞാനൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് യെല്ലോ കളറിൽ കാണുന്നുണ്ടാവും അല്ലെ സ്ട്രിപ്പ്. ഈ സ്ട്രിപ്പിന്റെ തിക്നെസ് DY ആണ്. വിഡ്ത്ത് ഒബ്വിയസ്ലി എന്താവും? B തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ B ഇൻറ്റു DY ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രിപ്പിന്റെ ഏരിയ കിട്ടില്ലേ? വിഡ്ത്ത് B ആണ്, തിക്നെസ് DY ആണ്. സോ സ്ട്രിപ്പിന്റെ ഏരിയ കാണാനായിട്ട് B ഇൻറ്റു DY ചെയ്താൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സ്ട്രിപ്പ് അബൌട്ട് XX ആക്സിസ് എന്തായിരിക്കും? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സ്ട്രിപ്പ് അബൌട്ട് XX ആക്സിസ് എന്തായിരിക്കും? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്താൽ മതി അല്ലെ. ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്താൽ മതി. ഏരിയ നമുക്കറിയാം B ഇൻറ്റു DY. ഏരിയ ഈസ് B ഇൻറ്റു DY ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? ഈ എലമെന്റിൽ നിന്നും സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. കാരണം സെൻട്രോയിഡൽ ആക്സിസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് വേണം നമ്മൾ എടുക്കാനായിട്ട്.
സോ ബി ഇൻറ്റു ഡി വൈ ഇൻറ്റു വൈ സ്ക്വയർ. ഇപ്പൊ എലമെന്റൽ ഏരിയയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കിട്ടിയത്. നമുക്ക് കംപ്ലീറ്റ് റെക്ടാങ്കിളിന്റെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എൻറ്റയർ ഏരിയ, സോ ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എൻറ്റയർ ഏരിയ അബൌട്ട് എക്സ് എക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ബി ഇൻറ്റു വൈ സ്ക്വയർ ഡി വൈ. ലിമിറ്റ് കൊടുക്കണം. നമ്മുടെ ഈ എക്സ് എക്സ് ആക്സിന് താഴെയാണെങ്കിൽ ഈ സ്ട്രിപ്പിനെ എവിടെ വരെ മൂവ് ചെയ്യാം? -d/2 വരെ മൂവ് ചെയ്യാം അല്ലെ? ഇനി അതുപോലെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ +d/2 വരെ മൂവ് ചെയ്യാം. മുകളിലേക്ക് +d/2 വരെയും താഴെ -d/2 വരെയും മൂവ് ചെയ്യാം. നിങ്ങൾക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ടോ? തീരെ കേൾക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇവിടെ അടുത്ത് വർക്ക് നടക്കുന്നുണ്ട്, അതിന്റെ പ്രോബ്ലം ആണ് കേട്ടോ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോ -d/2 മുതൽ +d/2 വരെ. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേം ബി ആണ്, പുറത്തോട്ട് എടുത്തു. ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി വൈ വന്നു. വൈ സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y³ 3 വന്നു. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്തു. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. ഞാൻ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട, ഇത് സ്ലൈഡിലേക്ക് തന്നെ നോക്കുക കേട്ടോ. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കാനായിട്ട് b ഇൻറ്റു d/2 3 മൈനസ് d/2 3 ചെയ്തു. നിങ്ങൾ ചെയ്ത് നോക്കണം. which is equal to b into dq/24 plus dq/24 എന്ന് വരും. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ bdq/12 വരും. അപ്പോൾ ixx moment of inertia about centroidal axis, xx axis is bdq/12 in case of rectangle. Okay, bdq/12. xx axis പാരലൽ ആയിട്ടുള്ള ഡയമെൻഷൻ b ആണ് അല്ലേ? സോ b ഇൻറ്റു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയമെൻഷൻ d ആണ് അല്ലേ xx ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ, bdq/12. ക്ലിയർ? അതായത് നമ്മുടെ കേസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. നമ്മുടെ റെക്ടാങ്കിള് ഇങ്ങനെയാണ്, എക്സ് എക്സ് ആക്സിസ് ഇങ്ങനെയാണ്, ഇതാണ് ബി, ഇതാണ് ഡി അല്ലെ? അപ്പൊ എക്സ് എക്സ് ആക്സിസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന് പാരലൽ ആയിട്ടുള്ളത് ബി അല്ലെ, പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് ഡി. അപ്പൊ അതിന്റെ ക്യൂബ് ബൈ 12 അല്ലെ? ഇനി നമുക്ക് എന്തുണ്ട്? ഇനി നമുക്ക് y ആക്സിസ് ഇല്ലേ? y ആക്സിസ് എങ്ങനെ നമ്മൾ വരയ്ക്കുക? ഇങ്ങനെയല്ല വരയ്ക്കുക. ഇതാണ് നമ്മുടെ y ആക്സിസ് അല്ലെ? അപ്പോഴും ഇത് d ആണ്, ഇത് b ആണ് അല്ലെ? അപ്പൊ y കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? y is equal to പാരലൽ ആയിട്ടുള്ള ഏതാണ്? d. തെറ്റി പോകാതിരിക്കാൻ വേണ്ടി ട്രിക്ക് പറഞ്ഞു തരുന്നു കേട്ടോ. ഇതുപോലെ ഡിറൈവ് ചെയ്യാം നമുക്ക്. പാരലൽ ആയിട്ടുള്ളത് d, y ആക്സിസിനെ വെച്ച് നോക്കുമ്പോൾ പെർപെൻഡിക്കുലർ b അല്ലേ? d അതിന്റെ ക്യൂബ് d/3 ഡിവൈഡഡ് ബൈ 12. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, ഇങ്ങനെ തന്നെയാണ് വരിക. അങ്ങനെ ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് റെക്ടാങ്കിളിന്റെ കേസിൽ പറയുന്നത്. ഇപ്പൊ നമുക്ക് സെൻട്രോയിഡൽ ആക്സിസിലൂടെ ഉള്ളതാണ് കിട്ടിയത്. ഇനി ബേസിലൂടെ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഫിഗറിൽ തന്നെ ഈ എ ബി ആണ് നമ്മുടെ കൺസിഡർ ചെയ്യുന്ന ആക്സിസ് എങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മനസ്സിലായോ? മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണെന്നാണ് നോക്കുന്നത്. അതിന് നമ്മൾ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യുക. സെൻട്രോയിഡൽ ആക്സിസിന് പാരലൽ ആയിട്ടല്ലേ എ ബി കിടക്കുന്നത്? സോ പാരലൽ ആക്സിസ് തിയറം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അതായത് IAB is equal to IXX plus AY square. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. IAB is equal to IXX plus AY square. IXX നമുക്കിപ്പോൾ കണ്ടുപിടിച്ചില്ലേ? bdq/12 പ്ലസ് ഏരിയ എത്രയാ? b ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ചെയ്താൽ മതി. y എത്രയായിരിക്കും വരിക? y എന്ന് പറയുന്നത് സെൻട്രോയിഡിൽ നിന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലെ? നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസ് ഇതാണ്, ഇതാണ് നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്ന ആക്സിസ് എ ബി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് ഇത്രയായിരിക്കും. ഇത് സെൻട്രോയിഡ് ആണ്, സെൻട്രോയിഡ് സെൻട്രലിലൂടെ പോവാ. സോ മൊത്തം d ആയതുകൊണ്ട് ഇത് d/2. അപ്പൊ ഇവിടുത്തെ y എന്ന് പറയുന്നത്, ഈ y എന്ന് പറയുന്നത് d/2 ആയി. ഓക്കെ, അത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് IAB is equal to bdq/3 എന്ന് കിട്ടും സോൾവ് ചെയ്ത് നോക്കുമ്പോൾ.
ക്ലിയർ ആയോ? അപ്പൊ IXX എന്ന് പറയുന്നത് BDQ/12 ആണ്, IYY എന്ന് പറയുന്നത് DBQ/12 ആണ്, IAB എന്ന് പറയുന്നത് BDQ/3 ആണ്. IAB എന്ന് പറഞ്ഞാൽ ബേസിലൂടെ ഉള്ളത്. റെക്ടാങ്കിളിന്റെ കേസ് കഴിഞ്ഞു. ഇനി നമ്മുടേത് ഹോളോ റെക്ടാങ്കുലർ സെക്ഷൻ ആണെന്ന് വിചാരിക്കും. അതായത് ഈ ഹാച്ച് ചെയ്ത ഭാഗത്തെ മാത്രം കണ്ടാൽ മതി, ഉൾഭാഗം വാക്കന്റ് ആണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണ്, പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി വരും. ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം വലിയ റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടിട്ട് ഈ ഉൾഭാഗത്തുള്ള റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ മൈനസ് ചെയ്താൽ മതി, നമുക്ക് ആവശ്യമില്ലല്ലോ. സോ വലിയ റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാം BDQ/12, ക്യാപിറ്റൽ B. ഡയമെൻഷൻ നോക്കൂ കേട്ടോ. ഇനി അതിൽ നിന്ന് ചെറിയ റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ മൈനസ് ചെയ്തു. അങ്ങനെ ചെയ്താൽ നമുക്ക് ഹോളോ റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാം. IYY ആണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ DB³ ആവും കേട്ടോ. അത്രേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോൾ റെക്ടാങ്കുലർ സെക്ഷൻ നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്തതാണ് ട്രയാങ്കിൾ. നമുക്ക് ട്രയാങ്കിൾ ഉണ്ട്, സർക്കിൾ ഉണ്ട്. അപ്പൊ ട്രയാങ്കിളിന്റെ കേസിൽ നോക്കൂ, ഞാൻ ഇവിടെ ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് Y ആണ്, X ഡിസ്റ്റൻസ്, അപ്പെക്സിൽ നിന്ന് X ഡിസ്റ്റൻസിലാണ്. അതിന്റെ തിക്നെസ് DX ആണ്. ഇന്ന് നേരത്തെ കേസിൽ ഞാനൊരു ഇവിടെ നോക്കുക, നേരത്തെ കേസിൽ ഞാൻ ഇവിടെ എടുത്ത സ്ട്രിപ്പ് ഈ താഴെ മുതൽ മുകളിൽ വരെ നീങ്ങിയാലും അതിന്റെ B എന്ന ലെങ്ത് മാറുമോ? അതായത് താഴെ മുതൽ മുകളിൽ വരെ അത് ഇങ്ങനെ നീങ്ങി പോയാലും ഈ B എന്നുള്ള ലെങ്ത്തിൽ വ്യത്യാസം വരില്ല അല്ലെ, റെക്ടാങ്കിളിന്റെ കേസിൽ. പക്ഷെ ഇവിടെ ട്രയാങ്കിളിന്റെ കേസിലാണെങ്കിലോ താഴെ മുതൽ മുകളിലേക്ക് വരെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും തോറും Yയുടെ വാല്യൂ മാറും. അതായത് X മാറുന്നതിനനുസരിച്ച് Y മാറും. അപ്പൊ നമ്മൾ ഇൻ ടേംസ് ഓഫ് X നമുക്ക് Yക്ക് ഒരു ലെങ്ത് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് യൂസ് ചെയ്യും. ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ കാണുന്നില്ല നിങ്ങൾ, ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിളും ഈ ABC എന്നുള്ള വലിയ ട്രയാങ്കിളും. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് Y/B = X/H എന്ന് എഴുതാം. ഈ ചെറിയൊരു ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക, അത് സിമിലർ ട്രയാങ്കിൾസ് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ Y/B = X/H എന്ന് എഴുതാം. അതിൽ നിന്ന് Y കണ്ടുപിടിക്കാം. എന്നിട്ട് ഈ സ്ട്രിപ്പ് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ചെറിയ സ്ട്രിപ്പ് ആയതുകൊണ്ട് അതിനെ നമുക്ക് റെക്ടാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിന്റെ ഏരിയ കണ്ടുപിടിച്ചൂടെ? സ്ട്രിപ്പിന്റെ ഏരിയ കണ്ടുപിടിച്ചൂടെ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ പോരെ? ലെങ്ത് Y ആണ്, അതൊക്കെ നമ്മളിവിടെ കണ്ടുപിടിച്ചു. B/H × X എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. B/H × X എന്ന് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചു. ഇത് ലെങ്ത് ആണ്, ഇത് ബ്രെഡ്ത്ത് DX നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ DX തന്നിട്ടുണ്ട്. അപ്പൊ ഏരിയ ആയി. ഏരിയ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് BC ആണ് കണ്ടുപിടിക്കുന്നത്. IBC ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. IBC അതായത് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. അതായത് ഈ സ്ട്രിപ്പിന് നമ്മുടെ BC വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. എത്രയായിരിക്കും ഈ ഡിസ്റ്റൻസ്? ടോട്ടൽ H ആണ്, ഇത്രയും ഭാഗം പോയി, X പോയി അല്ലെ, H - X. അപ്പൊ ഏരിയ നമുക്ക് ഇവിടെ കിട്ടി. B/H × X × DX ചെയ്തപ്പോ ഏരിയ കിട്ടി. ഡിസ്റ്റൻസ് ഇപ്പൊ നമ്മൾ പറഞ്ഞു H - X × H - X. ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് പറഞ്ഞത്, ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. ഇനി അതിന് നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്തു. B/H X × DX × H - X ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഹോൾ സെക്ഷന്റെ കാണണമെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്തപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഫ്രം 0 to H, 0 മുതൽ H വരെ ഇന്റഗ്രേറ്റ് ചെയ്തു അല്ലെ. ഇനി അതിലെ B/H കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തേക്ക് എടുത്തു. അപ്പൊ ഇന്റഗ്രേഷന് ചെയ്യാൻ X dx × H - X² ഉണ്ടാവും. ഈ ടേമിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്. ഈ H - X എന്നുള്ള ടേമിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം, ഈ ടേമിനെ. ഓക്കെ, H² - 2HX + X². എന്നിട്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ H² X - 2HX² + X³ എന്ന് വരും. എന്നിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. Xന്റെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ X²/2, X² ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ X³/3, X³ ഇന്റഗ്രേറ്റ് ചെയ്താൽ X⁴. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. H അതുപോലെ തന്നെ എഴുതി. ഓക്കെ, അത് 0 to H വരെയാണ്. അപ്പൊ അപ്പർ ലിമിറ്റ് - ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് നമുക്കത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി അല്ലെ. അപ്പൊ നമ്മളിവിടെ എല്ലാം അപ്പർ ലിമിറ്റ് കൊടുത്തു. അതായത് Xന് പകരം നമ്മൾ എന്ത് കൊടുത്തു? അപ്പർ ലിമിറ്റ് ആയ H കൊടുത്തു. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഫൈനലി കിട്ടുന്ന ആൻസർ ആണ് BH³/12. BH³/12. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ട്രയാങ്കിൾ അബൌട്ട് ബേസ് ആണ് BH³/12 എന്ന് പറയുന്നത്. ക്ലിയർ ആയത്? അബൌട്ട് ബേസ് ആണ്. ഇനി നമുക്ക് സെൻട്രോയിഡിലൂടെ ഉള്ളത് കണ്ടുപിടിക്കാം. ത്രൂ സെൻട്രോയിഡൽ ആക്സിസ്.
പാരലൽ ആക്സിസ് തിയറം വെച്ച് തന്നെ കാണാം. അപ്പൊ ഇതാണ് എ ബി എന്നുള്ള സെൻട്രോയിഡ് എക്സ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഐ എക്സ് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഐ ബി സി അല്ല, ഐ എ ബി ആണ്. ചിത്രത്തിൽ എഴുതിയപ്പോൾ മാറിപ്പോയതാണ് കേട്ടോ, ഞാൻ മാറ്റാം. ഇത് എ ബി ആണ്, എ ബി ഐ എ ബി ആണ് കേട്ടോ. നിങ്ങൾ എഴുതിയിരിക്കുമ്പോൾ തെറ്റരുത്. ഇത് എ ബി ആണ്. ഐ എ ബി എന്ന് പറയുന്നത് ഐ എക്സ് എക്സ് പ്ലസ് എ വൈ സ്ക്വയർ ആണ്. കണ്ടുപിടിക്കേണ്ടത് ഐ എക്സ് എക്സ് ആണ്. സോ ഐ എ ബി മൈനസ് എ വൈ സ്ക്വയർ. ഐ എ ബി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, ബി എച്ച് ക്യൂ ബൈ 12. ഏരിയ എന്താ? ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ബി എച്ച്. ഇനി ഡിസ്റ്റൻസ് വേണം അല്ലേ. അതായത് ട്രയാങ്കിൾ ഇതാണ്, അതിന്റെ സെൻട്രോയിഡൽ ആക്സിസ് ഇതാണ്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? സെൻട്രോയിഡ് എവിടെ കിടക്കുക? ട്രയാങ്കിളിന്റെ h/3 ഡിസ്റ്റൻസിലാണ് കിടക്കുക അല്ലെ. സോ ബൈ ഡിസ്റ്റൻസ് ഈസ് h/3. ക്ലിയർ? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് BH³ ബൈ 36 എന്ന് കിട്ടും. ഓക്കെ, ചെയ്തു നോക്കുക കേട്ടോ, പേപ്പറിൽ ബുക്കിൽ ചെയ്തു നോക്കുക. ഇനി ത്രൂ അപ്പെക്സ് എന്ന് പറയുന്നത് ട്രയാങ്കിൾ ഇതാണെന്ന് വിചാരിക്കുക. ട്രയാങ്കിൾ ഇതാണെങ്കിൽ ഇതിലൂടെയുള്ളതാണ് കാണേണ്ടത്. ഞാൻ അതിന് CD എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ICD ഇസ് ഈക്വൽ ടു IXX പ്ലസ് AY സ്ക്വയർ. നമുക്ക് ICD കാണണം. IXX നമ്മളിപ്പോ കണ്ടുപിടിച്ചു, BH³ ബൈ 36 പ്ലസ് ഏരിയ നമുക്കറിയാം ഹാഫ് BH. ഇനി ഡിസ്റ്റൻസ് എത്രയാ? സെൻട്രോയിഡ് ഇതാണ് അല്ലെ, ഇതാണ് സെൻട്രോയിഡ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോ താഴെയുള്ളത് h/3 ആണെങ്കിൽ ഇത് 2h/3 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് 2h/3 ഹോൾ സ്ക്വയർ കൊടുക്കണം. അത് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ, നമുക്ക് BH³ ബൈ 4 കിട്ടും. ഓക്കെ, അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ കേസിൽ അപ്പെക്സിലൂടെ ആണെങ്കിൽ BH³ ബൈ 4, ബേസിലൂടെ ആണെങ്കിൽ BH³ ബൈ 12, സെൻട്രോയിഡിലൂടെ ആണെങ്കിൽ BH³ ബൈ 36 എന്നാണ് നമ്മുടെ വാല്യൂ. അത് ഓർത്ത് വെക്കാനായിട്ട് A ഫോർ അപ്പെക്സ്, B ഫോർ ബേസ്, C ഫോർ സെൻട്രോയിഡ്, ABC. അപ്പെക്സിനാണെങ്കിൽ 4, ബേസിനാണെങ്കിൽ 4 × 3 12, സെൻട്രോയിഡിനാണെങ്കിൽ 12 × 3 36. അങ്ങനെ ഓർത്ത് വെക്കുക. മുകളിൽ BH³ ഉണ്ടെന്ന് മറക്കരുത് കേട്ടോ. BH³ ബൈ 4, BH³ ബൈ 12, BH³ ബൈ 36. ക്ലിയർ ആയില്ലേ? അപ്പൊ മറന്നു പോവാതിരിക്കാനുള്ള ട്രിക്ക് മാത്രമാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ പെട്ടെന്ന് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഓർത്ത് വെക്കുക. ABC 4, 12, 36 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അപ്പെക്സ്, ബേസ്, സെൻട്രോയിഡ് കേട്ടോ. ഓക്കെ, അപ്പോ ട്രയാങ്കിളിന്റെ കേസ് കഴിഞ്ഞു. ഇനി നമ്മള് റെക്ടാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. നെക്സ്റ്റ് വണ്ണാണ് സർക്കിൾ. അപ്പൊ സർക്കിളിൽ ഞാനൊരു R റേഡിയസ് ഉള്ള ഒരു സർക്കിൾ എടുത്തിട്ടുണ്ട്. R റേഡിയസ് ഉള്ള ഒരു സർക്കിൾ എടുത്തിട്ടുണ്ട്. അതിൽ ഓറഞ്ച് ഷെയ്ഡിൽ നിങ്ങൾക്ക് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു സ്ട്രിപ്പ് കാണാനായിട്ട് സാധിക്കും. ഈ ഓറഞ്ച് ഷെയ്ഡിൽ ഞാൻ ഇവിടെ ഗ്രീൻ കളറിൽ വരയ്ക്കുന്നുണ്ട്, ഓറഞ്ച് ഷെയ്ഡിലുള്ളത്. അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x ആണ്. അതുപോലെ അതിനൊരു തിക്നെസ് ഉണ്ട് dx. ഞാൻ എന്ത് ചെയ്തു? ഈ ഓറഞ്ച് ഷേപ്പിലുള്ളതിനെ ഞാൻ നിവർത്തി വെക്കുകയാണ്. ഞാൻ നിവർത്തി വെച്ചു. ഇതുപോലെ നിവർത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തിക്നെസ് മാറില്ലല്ലോ, തിക്നെസ് dx ആയിരിക്കും. ഈ ലെങ്ത് എത്രയായിരിക്കും? ഇവിടെ നിങ്ങൾക്ക് കാണുന്നില്ലേ? അത് ഈ സർക്കിളിന്റെ പെരിമീറ്റർ ആയിരിക്കും. പെരിമീറ്റർ എത്രയാണ്? 2πr അല്ലേ പെരിമീറ്റർ. ഇവിടുത്തെ റേഡിയസ് എത്രയാണ്? 2πx. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ലെങ്ത് വരിക. അപ്പൊ ഇതിനെ നമുക്കൊരു റെക്ടാങ്കിൾ ആയിട്ട് എടുക്കാം അല്ലെ. റെക്ടാങ്കിൾ ആകുമ്പോൾ എന്താണ്? റെക്ടാങ്കിൾ ആകുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എബൌട്ട് z ആണ് എടുക്കുന്നത്. കാരണം നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. ഈ സർക്കിളിന്റെ കേസിൽ എക്സും വൈയും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ചിന്തിച്ചേക്ക്, ഒരേ പ്ലെയിനിലല്ലേ എക്സും വൈയും കിടക്കുന്നത്. സർക്കിളിന്റെ കേസിൽ ഒരു പ്ലെയിൻസ് ആയിട്ടുള്ള സാധനമാണ് എക്സും വൈയും, ഒരൊറ്റ പ്ലെയിനിലാണ് നമുക്ക് കിടക്കുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ട് ഒന്നുമില്ല. അപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ IZ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. ഏരിയ നമുക്കറിയാം 2πx ഇൻറ്റു dx ചെയ്തു, ഇൻറ്റു ഡിസ്റ്റൻസ് x². അപ്പൊ 2πx³ ഇൻറ്റു dx. ഇത് ചെയ്യുമ്പോൾ അറിയാം 2πx dx ഇൻറ്റു x ഇൻറ്റു x, 2πx³ dx. ഇനി അതിനെ ഹോൾ സെക്ഷനിൽ കിട്ടാൻ എന്ത് ചെയ്യണം? 0 to r വരെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ x³ ആണ് അതിലെ വേരിയബിള്. x³ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x⁴/4 വരും.
എന്നിട്ട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. ഇവിടെ ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് മൈനസ് ചെയ്യേണ്ട. സോ വാല്യൂ πr⁴/2 എന്നാണ് വരിക. നമ്മൾ സാധാരണ ഡയമീറ്ററിന്റെ ടേംസിലാണ് പറയുക. സോ ആറിനെ നമ്മൾ d/2 എന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് πd⁴/32 എന്നാണ് നമ്മുടെ ആൻസർ വരിക. πd⁴/32 ഇതാ IZ πd⁴/30. ഇനി റേഡിയസിന്റെ ടേംസിൽ പഠിച്ചു തെറ്റൊന്നുമില്ല കേട്ടോ. πr⁴/2 എന്നും പഠിക്കാം. സാധാരണ നമ്മൾ ഡയമീറ്ററിന്റെ ടേംസിലാണ് പറയാറുള്ളത്. πd⁴/32. ഇനി നോക്കൂ, നമുക്കിപ്പോ കിട്ടിയിട്ടുള്ളത് IZZ ആണ് അല്ലെ. നമുക്ക് IXXും IYYയും കണ്ടുപിടിക്കണ്ടേ? അതിന് നമുക്ക് എന്തെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് എന്ത് ചെയ്യാം? പെർപെൻഡിക്കുലർ ആക്സസ് തിയറം യൂസ് ചെയ്യാം അല്ലെ. പെർപെൻഡിക്കുലർ ആക്സസ് തിയറം എന്തായിരുന്നു? IZZ = IXX plus IYY ആയിരുന്നു അല്ലെ. IXX plus IYY ആയിരുന്നു. സോ πd⁴. പക്ഷെ ഈ സർക്കിളിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ XX-ഉം YYയും സെയിം ആണ്. സർക്കിളിന്റെ കേസിൽ XX-ഉം അതുപോലെ തന്നെ YY മൊമെന്റ് ഓഫ് ഇനർഷ്യ കേട്ടോ സെയിം ആണ്. സോ നമുക്ക് IZZ = 2IXX എന്ന് കൊടുക്കാം. അങ്ങനെ നമുക്ക് IXX = IYY = πd⁴/64 എന്ന് വരും. ക്ലിയർ ആയോ? IZZ-ഉം IYYയും IXX-ഉം നമ്മളിവിടെ കണ്ടുപിടിച്ചു. ഇത്രയും ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. ഇനി ഇതിന്റെ എല്ലാ ഒരു കൺക്ലൂഷൻ പോലെ ഞാൻ വരച്ചു വെച്ചിരിക്കുന്നതാണ്. നോക്കാം. റെക്ടാങ്കിളിന്റെ കേസിൽ നമ്മൾ ഇതായിരുന്നു നമ്മുടെ റെക്ടാങ്കിള്. റെക്ടാങ്കിളിന്റെ സെൻട്രോയിഡിൽ കൂടെ ഉള്ളത് പഠിച്ചു അല്ലെ. അത് IYYയും IXXും പഠിച്ചു. ഇതെന്തായിരുന്നു? dB³/12 ആയിരുന്നു. ഇതെന്തായിരുന്നു? IXX bd³/12 ആയിരുന്നു അല്ലെ. പിന്നെ നമ്മൾ ബേസിലൂടെ ഉള്ളത് പഠിച്ചു. എത്രയായിരുന്നു? bd³/3. മറക്കരുത്, bd³/3 റെക്ടാങ്കിളിന്റെ കേസിൽ. ഇനി ട്രയാങ്കിളിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ട്രയാങ്കിളിന്റെ ബേസിലൂടെ ഉള്ളത് പഠിച്ചു. എത്രയാണ്? bh³/12. ഇനി സെൻട്രോയിഡിലൂടെ ഉള്ളത് പഠിച്ചു. എത്രയാ? bh³/36. അതുപോലെ അപ്പക്സിലൂടെ ഉള്ളത് പഠിച്ചു. എത്രയായിരുന്നു? bh³/4. മറക്കരുത്, ഇതെല്ലാം കാണാപ്പാടം പഠിച്ചേ പറ്റും. ഇനി സർക്കിൾ ആണെന്നുണ്ടെങ്കിലോ? സർക്കിൾ ആണെങ്കിൽ IXXും IYYയും എന്താണ്? πd⁴/64 ആണ്. പോളർ മൊമെന്റ് ഓഫ് ഇനർഷ്യ പറയാൻ മറന്നുപോയി. IZZ നമ്മൾ മുമ്പ് പഠിച്ച പേര് എന്തായിരുന്നു? പോളർ മൊമെന്റ് ഓഫ് ഇനർഷ്യ IZZ. അത്രയായിരുന്നു ഇതിന്റെ പകുതി അല്ലെ. IXXന്റെ പകുതി πd⁴/32. അപ്പോ ഇന്ന് നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണെന്ന് പഠിച്ചു. പെർപെൻഡിക്കുലർ ആക്സസ് തിയറം, പാരലൽ ആക്സസ് തിയറം, റേഡിയസ് ഓഫ് ഗൈറേഷൻ, അതുപോലെ റെക്ടാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ, ഇതിന്റെ എല്ലാം മൊമെന്റ് ഓഫ് ഇനർഷ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും പഠിച്ചു. ഇത്രയാണ് ഇന്നത്തെ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രോബ്ലംസ് നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലംസും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ തീരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നോട്ട്സ് റെഗുലറായിട്ട് എഴുതിയെടുക്കുക. നോട്ട്സ് തരാം, റെഗുലറായിട്ട് എഴുതിയെടുക്കുക. ഹോംവർക്കുകൾ തരുന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യുക. ഓക്കെ. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി കാണാം കേട്ടോ. അപ്പോൾ താങ്ക് യു.